ഒരു ഇടവേളയ്ക്ക് ശേഷം വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംബന്ധിച്ച FCRAയുടെ ചർച്ചകൾ സജീവമാവുകയാണ്. വലിയ തരത്തിലുള്ള ഭേദഗതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. വിദേശ ധനം മതപരം, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹികം തുടങ്ങിയ പ്രവർത്തന മേഖലകൾക്ക് മാത്രമേ വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾ ആ വ്യവസ്ഥ ലംഘിച്ചാൽ വലിയ തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പുതിയ നിയമാവലിയിൽ പറയുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ പുതിയ നിയമസംഹിത വരുന്നതോടുകൂടി തന്നെ NGOകളുടെ പ്രവർത്തനങ്ങൾക്കും വലിയ തരത്തിലുള്ള വിലങ്ങുതടികൾ വീഴുകയാണ്. ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകളും ഒപ്പം തന്നെ പുതിയ പരിഷ്കാരങ്ങളുമൊക്കെ പല പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കും. 105 പ്രവർത്തനങ്ങൾക്ക് മാത്രമേ മതസ്ഥാപനങ്ങൾക്കും NGOകൾക്കും ഈ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ മതസ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ മതപരിവർത്തന സംബന്ധമായ ഒരു പരാതി ലഭിച്ചാൽ പോലും ആ സ്ഥാപനത്തിന് ഫണ്ട് സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉൾപ്പെടെ റദ്ദു ചെയ്യുകയും വലിയ തരത്തിലുള്ള പിഴ ഈടാക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ആര് പരാതി നൽകിയാലും അത് പരാതിയായി ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ നടത്തുവാൻ കഴിയുന്ന ഒരു നിയമം കൂടി ഇതിനകത്ത് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വലിയ പ്രശ്നം. അതാണ് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഒക്കെ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. മാത്രവുമല്ല, കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യത്തിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏത് കാര്യത്തിനാണോ പൈസ അനുവദിക്കുന്നത് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണം വരുന്നത്, അത് കൃത്യമായി ആ പൈസ വിനിയോഗിക്കണം. അതിനല്ലാതെ മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാകും. ഇനി അതിനുമപ്പുറത്തേക്ക് പറഞ്ഞു വരുമ്പോൾ സാംസ്കാരിക പരിപാടികൾക്കായി NGOകൾക്ക് ഫണ്ട് ഉപയോഗിക്കാം. എന്നാൽ പ്രവർത്തന രഹിതമായി കിടക്കുന്ന NGOകൾ ഏതെങ്കിലും കാരണവശാൽ ഫണ്ട് സ്വീകരിച്ചാൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ NGOയുടെ മുകളിലുള്ള നേതാക്കന്മാർ അതിൻ്റെ വലിയ തരത്തിലുള്ള പിഴ കെട്ടിവെക്കേണ്ടതായിട്ട് വരും. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ വളരെയധികം നിബന്ധനകൾ അടങ്ങിയിരിക്കുന്ന പുതിയ നിയമാവലിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ 105 ഇനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി പറയുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾക്കാണോ പൈസ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന പൈസ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിനിയോഗിക്കുന്നത്, അതിൻ്റെ വ്യക്തമായ കണക്കുകൾ നൽകണം. എത്ര ശതമാനം പൈസ ചിലവഴിച്ചു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ നൽകണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടുകൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലോ ഒക്കെ ലേഖനങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും പ്രശ്ന സങ്കീർണമാക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും വലിയ തരത്തിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പുതിയ FCRA നിയമമെന്ന് എല്ലാവരും പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് FCRA നിയമവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്നു വന്നു. അന്ന് BJP ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒരു മതസ്ഥാപനങ്ങളെയും ബാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി പാർലമെൻറ്റിൽ നടത്തും. അപ്പോൾ ബന്ധപ്പെട്ട മതവിഭാഗങ്ങളുമായും NGOകളുമായിട്ടൊക്കെ ചർച്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ചർച്ചയും നടന്നില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ മതവിഭാഗങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും സാംസ്കാരിക സ്ഥാപനങ്ങളായാലും സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഒട്ടുമിക്ക മതസ്ഥാപനങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്ന തരത്തിലാണ് പുതിയ നിയമങ്ങൾ എത്തപ്പെടുന്നത്. മാത്രവുമല്ല, ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ഈ പുതിയ നിയമങ്ങൾ വലിയ വിലങ്ങുതടിയായി മാറുകയും ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാണിച്ചതാണ് വിവിധ മതസ്ഥാപനങ്ങളും മത നേതാക്കന്മാരുമൊക്കെ. അന്ന്
കേന്ദ്രമന്ത്രി തന്നെ കേരളത്തിലെത്തി ആശങ്കയ്ക്ക് വഴിയില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രസ്താവനകളുടെ കണ്ണ് വോട്ടിലായിരുന്നു, നിയമസഭാ സീറ്റിലായിരുന്നു. പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നും സീറ്റ് കിട്ടിയില്ല, വോട്ട് കിട്ടിയില്ല, നിയമസഭയിൽ പ്രാതിനിധ്യം കിട്ടിയില്ല. അതോടെ കേന്ദ്ര സർക്കാരും അവരുടെ നയങ്ങളുമൊക്കെ മാറിമറിഞ്ഞു. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി മേഖലകളിലൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു BJPക്കുണ്ടായിരുന്നത്. ആ പ്രതീക്ഷകളുടെ താളം തെറ്റിയതോടെയാണ് പുതിയ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും BJP നേതാക്കന്മാരോ BJPയുടെ കേന്ദ്രമന്ത്രിമാരോ ഒന്നും തയ്യാറെടുക്കാത്തത്. പെട്ടെന്നൊരു ദിവസം ഈ നിയമ ഭേദഗതി പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഒരു ചർച്ചയെക്കുറിച്ചോ ഒന്നും തന്നെ പറയുന്നതുമില്ല. എന്തായാലും കേരളത്തിലെ മതവിഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഞായറാഴ്ചകളിൽ, അല്ലെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച പള്ളികളിൽ ഇത് വലിയ വിഷയമായി ഉയർത്തിക്കാണിക്കും. വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, വോട്ടിനപ്പുറം മറ്റൊന്നും തന്നെ ചില ഭരണകർത്താക്കളുടെ മനസ്സിൽ ഇല്ല എന്നുള്ളത്. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഈ വിഭാഗങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം FCRAക്കെതിരെ ഉണ്ടാകാനാണ് കേരളത്തിൽ സാധ്യത.